ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാൻ നിങ്ങളുടെ സ്വന്തം കാവേരി. നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാവേരീസ് കിച്ചൺ വണ്ടേഴ്സ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഞാൻ മുൻകൂട്ടി തന്നെ പറയുവാണ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണത്തിന് ഞാൻ നാട്ടിലില്ല, കാനഡ തന്നെയാണ്. നാട്ടിലോട്ട് വരാനുള്ള ഒരു ഇതില്ല ഇപ്പോൾ, മീൻസ് വർക്കിംഗ് ആയതുകൊണ്ട് ലീവൊന്നും കിട്ടുന്ന ഒരു ചാൻസും ഇല്ല. അത് കാരണം ഐ വിൽ മിസ് ഓണം ഇൻ കേരള. എല്ലാ കൂട്ടുകാർക്കും ഓണാശംസകൾ. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ഓണം സ്പെഷ്യൽ ഗിഫ്റ്റുകൾ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് എന്താണെന്ന് അറിയണ്ടേ? ഗിഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓണത്തിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ കുറച്ച് നല്ല റെസിപ്പീസാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ ഓണം സമ്മാനം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓണം സദ്യയിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ്, പരിപ്പ് കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ പരിപ്പും ചോറും നെയ്യും പപ്പടവും ഒക്കെ ഇട്ട് ഒരുമിച്ച് ഇങ്ങനെ കഴിക്കാനായിട്ട് ഭയങ്കര കൊതിയാണ് അല്ലേ നമുക്കെല്ലാവർക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ. സദ്യയൊക്കെ കഴിക്കുമ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് ഈ പരിപ്പും ചോറും പപ്പടവും ഒക്കെ ഒരുമിച്ച് കഴിക്കുന്ന ഒരാളാണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അതേസമയം ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെയധികം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, പ്രോട്ടീനൊക്കെ ഒരുപാട് അടങ്ങിയ ഒന്നാണ് പയർ. സോ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, ഡെലീഷ്യസ് ആയിട്ടുള്ള പരിപ്പ് കറിയുടെ ഓണം സ്പെഷ്യൽ, സദ്യ സ്പെഷ്യൽ പരിപ്പ് കറിയാണ്. പരിപ്പ് കറിയുടെ റെസിപ്പിയാണ്. വാച്ച് ഇറ്റ് ഔട്ട്. അപ്പം നമുക്കിന്ന് പരിപ്പ് കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 250 ml മെഷറിംഗ് കപ്പ് എടുത്തിട്ടുണ്ട്, പയർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ 250 ml കപ്പിന് ഒരു 1/2 കപ്പ് പയർ എടുക്കണം. ഞാനിപ്പോൾ കുറച്ച് പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാനും ഹസ്ബൻഡും പിന്നെ 2 കുഞ്ഞു കുട്ടികളാണുള്ളത്. നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് ആണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പയറിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്തുക. നമുക്ക് ഈ പയർ ഇനി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി, പൊടിഞ്ഞു പോകേണ്ട ആവശ്യമേ ഇല്ല. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. ഞാൻ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. മിക്സിയുടെ ചെറിയ ജാറ്, ഏറ്റവും ചെറിയ ജാർ എടുക്കുക. ഇതിനകത്ത് വെള്ളം ഒന്നും ഒട്ടും പാടില്ല, നല്ല ഡ്രൈ ആയിട്ടുള്ള ജാറായിരിക്കണം. അതിനുശേഷം ഈ പയർ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഞാൻ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ, ഇതാണ് കൺസിസ്റ്റൻസി. ഒരുപാട് അങ്ങ് ക്രഷ്ഡായി പോയിട്ടുമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ്ഡ് ആയിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണം. ഇനി നമുക്ക് ഇതൊരു സ്ട്രെയിനറിനോട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഇനി ഒരു സ്ട്രെയിനർ എടുക്കുക, അത്യാവശ്യം ഒരു വലിയ സ്ട്രെയിനർ തന്നെ എടുക്കുക. ഇതിലോട്ട് നമുക്ക് ഈ പൊടിച്ചു വെച്ച പയർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. ഇതിലിപ്പോൾ പ്രിസർവേറ്റീവ്സും ഒക്കെ ഉണ്ടാവും, അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം നന്നായിട്ട് വാഷ് ചെയ്യാം. നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. ഒരു കുക്കർ എടുക്കുക, അതിലോട്ട് നമ്മൾ വാഷ് ചെയ്ത് വെച്ച പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പയറിൻ്റെ അളവനുസരിച്ച് വേണം ഇതിൽ വെള്ളം ആഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ 1/2 കപ്പ് പയറിന് ഞാൻ എടുത്തിരിക്കുന്ന 2 കപ്പ് വെള്ളമാണ്. അതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. 1/2 കപ്പ് പയറിന് 2 കപ്പ് വെള്ളം. വെള്ളം ഒത്തിരി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് അടിയിലൊക്കെ പിടിക്കും. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് കുക്കറിന് ഓവർഫ്ലോ ചെയ്യും വെള്ളം. അത് കാരണം കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കണം. 1/2 കപ്പ് പയറിന് 2 കപ്പ് വെള്ളം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ സവാള, ഒരു മീഡിയം സൈസ് സവാളയുടെ ഒരു 1/4 ഭാഗം ചെറുതായിട്ട് അരിഞ്ഞ് ആഡ് ചെയ്യുവാണ്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു 6-7 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് വേണ്ടത് കൂട്ടുകാരെ വെളുത്തുള്ളിയാണ്. ഞാനിപ്പോൾ ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ വെളുത്തുള്ളി ക്രഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ടങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എന്താണ് അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്? ഒരു തണ്ട് കറിവേപ്പില. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 പച്ചമുളകാണ്. അത് 2ആയിട്ട് മുറിച്ച് ആഡ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഇനി കൂട്ടുകാരെ, ഞാൻ ഇതിലോട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്
കുറച്ച് ഓയിലാണ്, ഒരു ടീസ്പൂൺ ഓയിൽ മതി. ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് മൂടി വെച്ച് വേവിക്കുന്ന സമയത്ത് വെള്ളം ഒന്ന് ഓവർഫ്ലോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുക്കർ അടച്ചു കൊടുത്തിട്ടുണ്ട്, വിസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി, ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിലിട്ട് ഒറ്റ വിസിൽ വരെ വേവിക്കുക. നമുക്ക് ഒറ്റ വിസിൽ വരെ വെന്തിട്ടുണ്ട്, ഗ്യാസൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്, ഒട്ടും വെള്ളമൊന്നും കൂടി പോയിട്ടില്ല. കറക്റ്റ് ഇതാണ് കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് സാധനങ്ങളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് പരിപ്പിൽ ചേർക്കാനുള്ള അരപ്പുണ്ടാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഷ്രെഡഡ് ആയിട്ടുള്ള തേങ്ങയാണ് എനിക്കിവിടെ മേടിക്കാൻ കിട്ടുന്നത്. ഇത് ഞാൻ ഇത് ഫ്രോസൺ ആയിട്ടുള്ള തേങ്ങയാണ്. ജസ്റ്റ് ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തതിന് ശേഷം മൈക്രോവേവിൽ വെച്ചിട്ട് ഞാനൊരു 1.5 മിനിറ്റ് വരെ ഇതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കും. അതിന് ശേഷം അതിൻ്റെ ചൂട് മാറിയതിന് ശേഷമാണ് ഞാൻ മിക്സിയിലിട്ട് അരപ്പുണ്ടാക്കുന്നത്. ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങ അധികം കഴിക്കാൻ പാടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് എടുക്കുക. ഇത് ഞാൻ ഈ ഓവനിൽ വെച്ചിട്ട് ഒരു 1.5 മിനിറ്റ് വരെ ചൂടാക്കും. അതിന് ശേഷം ചൂടൊക്കെ മാറിയതിന് ശേഷം മിക്സിയിലിട്ട് അരപ്പുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം, ഇതിലോട്ട് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. ഇത്രയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. ഒരുപാട് വെള്ളം കൂടിപ്പോകാൻ പാടില്ല. തേങ്ങയുടെ അളവനുസരിച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പിന്നെ വെള്ളം വേണമെങ്കിൽ പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് ആദ്യം വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുക്കുക. ഞാൻ അരപ്പ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ കൺസിസ്റ്റൻസി? ഇതാണ് കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് ഈ പരിപ്പിലോട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൺസിസ്റ്റൻസി നോക്കിയതിന് ശേഷം കൂടുതൽ വെള്ളം ആഡ് ചെയ്യാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി വെള്ളം പോലെ ആയിപ്പോവും. പരിപ്പിന് ഒരു മീഡിയം കൺസിസ്റ്റൻസിയാണ് നല്ലത്. ഒത്തിരി വെള്ളം പോലെ അല്ല, ഒത്തിരി കട്ടിയും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയാണ് കറക്റ്റ് പരിപ്പിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിനി ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മൊത്തത്തിലൊരു 3/4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് കറക്റ്റ് കൺസിസ്റ്റൻസി ആയത്. കണ്ടോ, ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. ഒത്തിരി വെള്ളം പോലെ അല്ല, ഒത്തിരി കട്ടിയുമല്ല. ഇതാണ് കറക്റ്റ് പരിപ്പിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ കറക്റ്റ് നമ്മൾ 3/4 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ ആയിട്ട് ഈ പരിപ്പ് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. തിളയ്ക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ചൂടാകുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലോട്ട് ബട്ടറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടാവണം. നമ്മൾ മോര് കറി, പരിപ്പ് കറിയൊക്കെ തിളയ്ക്കാൻ പാടില്ല, നന്നായിട്ട് ചൂടായാൽ മതി. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ ഇതുപോലെ പരിപ്പ് നന്നായിട്ട് ചൂടാക്കുക, പക്ഷേ തിളയ്ക്കാൻ പാടില്ല. തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ അടുപ്പിൽ നിന്ന് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇറക്കി വെക്കുക. പിന്നെ ചൂട് അടിക്കേണ്ട ആവശ്യമില്ല. അതിന് തിളച്ച് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കൺസിസ്റ്റൻസി ഫുള്ള് ചേഞ്ചായി പോവും. സോ പരിപ്പ് കറി, മോര് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ചൂടാക്കുക, തിളയ്ക്കാനേ പാടില്ല. ഇനി ഞാൻ എൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഉപ്പൊക്കെ കുറച്ച് കുറവുണ്ട് കേട്ടോ, കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇത്രയും മതി, ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല, കുറച്ച് ഉപ്പിൻ്റെ കുറവേ ഉള്ളൂ. ഇപ്പം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള പരിപ്പ് കറി തയ്യാറാണ്. ഇനി ഇതിലോട്ട് നമുക്ക് താളിച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി താളിക്കാനായിട്ട് ഞാനൊരു പാത്രം അടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലോട്ട് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് താളിക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. ഇതിപ്പോൾ ഞാൻ സവാളയുടെ ഒരു 1/4 ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളിയാണ് കയ്യിലുള്ളതെങ്കിൽ ഒരു 6-7 ചെറിയ ഉള്ളി വളരെ ചെറുതാക്കി ഇതുപോലെ അരിഞ്ഞെടുക്കുക. അല്ലെങ്കിൽ സവാള ഇതുപോലെ വളരെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. പിന്നെ വേണ്ടത് ഒരു തണ്ട് കറിവേപ്പില. പിന്നെ വേണ്ടത് വറ്റൽമുളക്, ഒരു 2-3 വറ്റൽമുളക് ഇതുപോലെ ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് കടുകാണ്. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ കടുക് ആഡ് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ്. ഇനി നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ച ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഒരു ഗോൾഡൻ ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ കോരിയെടുക്കാം. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകാൻ നിൽക്കണ്ട. ഗോൾഡൻ ഷെയ്ഡ് ആകുമ്പോൾ തന്നെ നമുക്കിത്
കോരിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ താളിച്ച് വെച്ചത് പരിപ്പ് കറിയിലോട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. കണ്ടോ, ഇപ്പോഴാണ് നമ്മുടെ പരിപ്പ് കറി പെർഫെക്റ്റ് ആയത്. ആ കറക്റ്റ് കൺസിസ്റ്റൻസിയും ആ കറക്റ്റ് അപ്പിയറൻസും എല്ലാം പെർഫെക്റ്റ് ആയത് ഇപ്പോഴാണ്. അപ്പോൾ നമ്മുടെ ഓണം സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി റെഡി. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഓണം സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല ചമ്പാവരി ചോറിൻ്റെ കൂടെ ഈ പരിപ്പ് കറിയും കുറച്ച് നെയ്യും ഒരു പപ്പടവും കൂടെ പൊടിച്ച് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ്. എൻ്റെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കോമ്പിനേഷനാണിത്. എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അതിനോടൊപ്പം തന്നെ ഓണസമ്മാനമായിട്ട് നിങ്ങൾ ഈ പരിപ്പ് കറി ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് സദ്യ സ്പെഷ്യൽ ഓണം സ്പെഷ്യൽ പരിപ്പ് കറി. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു ഈ ഓണത്തിന്. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. റെസിപ്പീസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ റെസിപ്പീസുമായിട്ട് കാവേരീസ് കിച്ചൺ വണ്ടേഴ്സ് വാച്ച് ചെയ്യുക. അപ്പോൾ പുതിയ റെസിപ്പീസും പുതിയ വ്ളോഗ്സുമായിട്ട് ഞാനെത്തും. ടിൽ ദെൻ, all of you take care and stay tuned and don't forget to subscribe.